തൃശ്ശൂർ പൂരം ചെറുപൂരം ഒന്നും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇന്ന് രാത്രി പൂരപ്പറമ്പ് കാണാൻ പോവാണ് കേട്ടോ. ഈ പൂരം കാണാൻ പറ്റിയില്ല, പൂരപ്പറമ്പെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പൂരപ്പറമ്പ് കാണാനായിട്ടുള്ള പോക്ക്. ഇത്ര ക്ഷണിക്കുന്ന സമയത്തും ഈ ബ്ലാക്ക് ഡ്രസ് എന്താ ട്രീനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഒരു കുട്ടൻസ് ഉണ്ട്. ഇത് കഫ്താനാണ് കേട്ടോ. ഈ കൈ പൊന്തിച്ചാലും ആ കൈ പൊന്തിച്ചാലും ഒക്കെ കാറ്റ് കയറും. ഏതിൽ കൂടിയൊക്കെ കാറ്റ് കയറി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി കാറ്റ് കയറുന്ന കാരണം ഇതിട്ടിട്ട് പുറത്ത് പോകാനായിട്ട് നല്ല സുഖമാണ്. എനിക്കിത് വാങ്ങിച്ചു തന്ന ആളുടെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തിയായിട്ടുള്ള ഡ്രസ്സാണ് ഇത്ര ഇത്. ഇതാകുമ്പോൾ പിന്നെ 2 മീറ്റർ തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ ഭയങ്കര എളുപ്പമല്ലേ. അങ്ങനെ നമ്മൾ റൗണ്ട് എത്തിയിട്ടാ. റൗണ്ടിലൂടെ അങ്ങനെ പോയി വരുമ്പോഴാണ് ഇതാണ് നമ്മുടെ കുടമാറ്റം നടക്കുന്ന മെയിൻ ഏരിയ. എന്നെ പോലെ രാത്രി പൂരപ്പറമ്പ് കാണാൻ വന്ന കുറേ പേര് അവിടെ ഉണ്ട് കേട്ടോ. മൊത്തം 2-3 പന്തലുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു പന്തൽ തന്നെയാണ് ഞാൻ റൗണ്ട് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ അറിഞ്ഞതൊക്കെ വേറെ പന്തലുകളാണെന്ന്. തിരുവമ്പാടിയുടെ ഒന്ന്, പറമക്കാവിൻ്റെ ഒന്ന്, വടക്കുന്നാഥിൻ്റെ ഒന്ന്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പന്തലുകൾ. എൻ്റെ അറിവിൽ ഇതൊക്കെ ഒറ്റ പന്തൽ തന്നെ, എല്ലാത്തിനും ഒരേ ഡിസൈൻ തന്നെ. ഈ പൂരം കാണാൻ പോകുന്ന വെച്ചാൽ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും എനിക്കില്ല. തൃശ്ശൂർ റൗണ്ടിനൊരോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നുടങ്ങി. തൃശ്ശൂരത്തിൻ്റെ പേരും പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് വന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, പൂരം കഴിഞ്ഞിട്ടുള്ള പറമ്പും കാണാം. പക്ഷേ നമുക്ക് ഭക്ഷണം ഭയങ്കര പ്രാധാന്യമുള്ളതാണല്ലോ. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പൂരപ്പറമ്പിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴും കച്ചവടക്കാരൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴാണ് തോന്നുന്നത് അവർക്ക് കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനായിട്ട് കൂടുതൽ സൗകര്യം കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ആദ്യം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ മുഖംമൂടി ആവുന്നു വേണമെന്ന് പറയുന്നത്. കണ്ടിട്ട് ഒരു വെറൈറ്റി തോന്നിയപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ. വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മുഖംമൂടി കാണുന്നത്. ആ ഒരു കൗതുകത്തിന് ഞാനും വെച്ച് നോക്കി. അത്യാവശ്യത്തിന് കുഴപ്പമില്ല അല്ലേ. അങ്ങനെ ഉപചാരം ചൊല്ലി പിരിയുന്നിടത്ത് പോയിട്ട് ഞാനും പറഞ്ഞു കേട്ടോ അടുത്ത പൂരത്തിന് കാണാം.